വർഷം 1922 ജർമ്മനിയിലെ ബവേറിയ. കാടുകൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരു ഫാം ഹൗസ്, ഹിൻഡർ കൈഫെക്. അവിടെ താമസിച്ചിരുന്ന ഒരു കുടുംബം. അപ്രതീക്ഷിതമായി വിചിത്ര സംഭവങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. മഞ്ഞിൽ വീട്ടിലേക്ക് മാത്രം വരുന്ന കാൽപ്പാടുകൾ, പക്ഷേ തിരിച്ചുപോയ കാൽപ്പാടുകളില്ല. രാത്രിയാകുമ്പോൾ അട്ടപ്പുറത്ത് കേൾക്കുന്ന കാൽനട ശബ്ദങ്ങൾ, ആരുടെയുമല്ലാത്ത ന്യൂസ് പേപ്പർ, കാണാതായ വീട്ടുതാക്കോൽ. 5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ 6 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, കൊലപാതകത്തിന് ശേഷവും ആരോ ആ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിരുന്നു. ഇതാണ് ദ ഹിൻഡർ കൈഫെക് മർഡർ മിസ്റ്ററി. ബവേറിയയിലെ ചെറിയ ഗ്രാമപ്രദേശം, മറ്റു വീടുകളിൽ നിന്ന് അകലെ ഒറ്റപ്പെട്ട ഒരു ഫാം. അവിടെയാണ് ഗ്രൂബർ കുടുംബം താമസിച്ചിരുന്നത്. ആൻഡ്രിയാസ് ഗ്രൂബർ, ഭാര്യ സസിലിയ, മകൾ വിക്ടോറിയ, 2 കൊച്ചുമക്കൾ, പുതുതായി ജോലിക്കെത്തിയ വീട്ടുജോലിക്കാരി. ആകെ 6 പേർ. എല്ലാം സാധാരണ ജീവിതം. പക്ഷേ അവരെ കാത്തിരുന്നത് ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കുറ്റകൃത്യങ്ങളിലൊന്നായിരുന്നു. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആൻഡ്രിയാസ് മഞ്ഞിൽ ചില കാൽപ്പാടുകൾ കണ്ടു. അവ കാടുകളിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരുന്നത് പോലെയായിരുന്നു. പക്ഷേ തിരിച്ചുപോയ പാടുകൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അട്ടപ്പുറത്ത് രാത്രിയിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേട്ടു. വീട്ടിൽ ആരും വായിക്കാത്ത ഒരു പത്രം, ഒരു താക്കോൽ കാണാതാകുന്നു. ഇതെല്ലാം അദ്ദേഹം അയൽക്കാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ആരും അതിനെ വലിയ കാര്യമാക്കിയില്ല. 1922 മാർച്ച് 31 ഒരു പുതിയ വീട്ടുജോലിക്കാരി ആദ്യമായി ജോലിക്കെത്തി. അതാണ് അവളുടെ ആദ്യ ദിനം. അതേ ദിവസം ഗ്രൂബർ കുടുംബത്തെ ജീവനോടെ കണ്ട അവസാന ദിവസവും. അതിനുശേഷം ഫാമിൽ നിന്ന് ആരെയും കണ്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയൽവാസികൾക്ക് സംശയം തോന്നി. കുടുംബം പുറത്തേക്ക് വരാത്തത്, സ്കൂളിൽ കുട്ടികൾ എത്താത്തത്. അവർ ഫാമിലേക്ക് ചെന്നു. അകത്ത് കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ഫാമിലെ വിവിധ ഭാഗങ്ങളിൽ 6 മൃതദേഹങ്ങൾ. ഇത് സാധാരണ കവർച്ചയോ അപകടമോ അല്ലെന്ന് ഉടൻ വ്യക്തമായി. അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. കൊലപാതകത്തിന് ശേഷം ആരോ ദിവസങ്ങളോളം ആ വീട്ടിൽ ഉണ്ടായിരുന്നതായി സൂചനകൾ ലഭിച്ചു. അടുക്കള ഉപയോഗിച്ചിരുന്നു, ഭക്ഷണം പാകം ചെയ്തിരുന്നു, മൃഗങ്ങൾക്ക് തീറ്റ നൽകിയിരുന്നു, ചിമ്മിനിയിൽ തീ കത്തിച്ചിരുന്നു. അതിനർത്ഥം കൊലയാളി സംഭവത്തിന് ശേഷം ആ വീട്ടിൽ തന്നെ തുടർന്നിരിക്കാം. എന്തുകൊണ്ട്? ഈ ചോദ്യം ഇന്നും ദുരൂഹമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. നിരവധി സംശയിക്കപ്പെട്ടവരെ കണ്ടെത്തി. കുടുംബവുമായി മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ, മുൻ തൊഴിലാളികൾ, അയൽവാസികൾ. പക്ഷേ ഒരാളെയും കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കവർച്ചയാണെന്ന തിയറിയും തള്ളിക്കളയപ്പെട്ടു. കാരണം വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിനെ കുറിച്ച് നിരവധി തിയറികൾ ഉയർന്നു. കുടുംബ വഴക്ക്, പ്രതികാരം, മാനസിക പ്രശ്നമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഫാമിൽ ഒളിഞ്ഞിരുന്ന ഒരാൾ. പക്ഷേ ഇവയിലൊന്നിനും നിർണായക തെളിവുകളില്ല. അതിനാൽ ഈ കേസ് ഇന്നും ഔദ്യോഗികമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരു ഒറ്റപ്പെട്ട ഫാം, വിചിത്രമായ കാൽപ്പാടുകൾ, രാത്രിയിലെ ദുരൂഹ ശബ്ദങ്ങൾ, 6 കൊലപാതകങ്ങൾ. കൊലപാതകത്തിന് ശേഷവും ആ വീട്ടിൽ താമസിച്ചിരുന്ന അജ്ഞാതൻ. 100 വർഷത്തിലേറെയായി ഹിൻഡർ കൈഫെക് മർഡർ ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് ആയിട്ടുള്ള മർഡർ മിസ്റ്ററികളിൽ ഒന്നായി തുടരുന്നു. ആ വീട്ടിൽ ശരിക്കും ആരാണ് ഉണ്ടായിരുന്നത്? കൊലയാളി ആരായിരുന്നു? അതോ സത്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടോ? നിങ്ങൾക്കിതിനെപ്പറ്റി എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു കഥയുമായി വരുന്നതായിരിക്കും.